കർത്താവിന്റെ ശിഷ്യന്മാരിൽ 5ാമത് പേര് രേഖപ്പെടുത്തിയിരിക്കുന്ന പരിശുദ്ധനായ ഫിലിപ്പോസ് ശ്ലീഹായുടെ ഓർമ്മയാണ്. കർത്താവ് ഫിലിപ്പോസ് ശ്ലീഹായോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷണിക്കുന്നു. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 1-ാം അധ്യായം 43-ാം വാക്യത്തിൽ തൊട്ടാണ് ഫിലിപ്പോസ് ശ്ലീഹായെ കണ്ടുകൊണ്ടത്. ആ അനുഗമിക്കുക എന്ന് പറഞ്ഞ വാക്കിന്റെ പിന്നാലെ സഞ്ചരിച്ചു തുടങ്ങുന്ന ഫിലിപ്പോസ് ശ്ലീഹ നഥനയേലിനെ കണ്ടിട്ട് അയാളെയും ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു. പിന്നീട് അഞ്ചപ്പത്തിന്റെ അത്ഭുതങ്ങൾ നിറയുന്ന അടയാളം പറയുന്ന ആ പ്രദേശത്ത് ഫിലിപ്പോസ് ശ്ലീഹായുടെ ഒരു സാന്നിധ്യമുണ്ട്. ഒടുവിൽ ഇങ്ങനെ ക്രിസ്തുവിന്റെ സുവിശേഷം വഹിച്ച് കുരിശുമരണം സഹിച്ച് രക്തസാക്ഷിയായി ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ ശ്ലീഹായുടെ ജീവിതത്തിലുടനീളം ഉയർന്നു നിന്ന ചിന്ത എന്ന് പറയുന്നത് ക്രിസ്തുവിലേക്ക് മനുഷ്യരെ ആകർഷിക്കുക എന്നുള്ളതാണ്. നാം ഇന്ന് അനുസ്മരിക്കുന്ന, ഓർമ്മ കൊണ്ടാടുന്ന, നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന മലങ്കരയുടെ മഹാപരിശുദ്ധനായ പരിശുദ്ധ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത പരിശുദ്ധ പരിമല കൊച്ചു തിരുമേനിയും ജീവിതം കൊണ്ട് ചെയ്തത് അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് സാധ്യമാകാതെ പോകുന്നതും മനുഷ്യരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. നമുക്ക് പ്രയാസമില്ലാതെ, ദുഃഖങ്ങളില്ലാതെ, സന്തോഷത്തോടെ ഇങ്ങനെ ജീവിതം ഇങ്ങനെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് മുമ്പിലാണ് കേവലം 54 വയസ്സിന്റെ ജീവിതകാലത്ത് മനുഷ്യനെ ദൈവസന്നിധിയിലേക്ക് വഴി നടത്താൻ മുളന്തുരുത്തിയിരുന്ന ഒരു യാത്ര വിശുദ്ധൻ ആരംഭിക്കുന്നത്. അതൊരു വലിയ തീർത്ഥാടനമാണ്. ആ തീർത്ഥാടനത്തിന്റെ ഒരു ഒടുവിലാണ് പരിമല എന്നൊരു കൊച്ചു ദ്വീപിൽ വിജനത്വം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ, ജനത്തിന്റെ സാന്നിധ്യം ആഗ്രഹിക്കാതെ മൗനത്തിലും നോമ്പിലും വ്രതത്തിലും ജാഗരണത്തിലും സ്വന്തം ജീവിതത്തെ ദൈവം നൽകിയ വെളിച്ചത്തെ സന്നിവേശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ജീവിതം പൂർത്തീകരിക്കുന്നത്. മനുഷ്യന്റെ സാമീപ്യം ആഗ്രഹിക്കാതെ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ ഇടവക ഭരണത്തെ പോലും വിമുഖതയോടാണ് കാണുന്നത്. പക്ഷെ പിതാക്കന്മാർ ഒരു ചുമതല ഏൽപ്പിക്കുമ്പോൾ പ്രയാസത്തോടെയാണെങ്കിലും ആ ചുമതലയെ ശിരസാ വഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പരിശുദ്ധന്റെ ചിത്രം ആ ജീവചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. തിരുവനന്തപുരം ജീവിതത്തിൽ നിന്ന് 2 ഘടകങ്ങൾ മാത്രം. ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധി എന്നുള്ളതാണ്. നമ്മൾ കരുതുന്നത് നമ്മൾക്ക് വിശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചകൾക്കും നമ്മുടെ വിചാരങ്ങൾക്കും ഒക്കെ അപ്പുറം നിൽക്കുന്ന എന്തോ ആണെന്നുള്ളൊരു ധാരണ നമുക്കുണ്ട്. ദൈവത്തെ ചോദിക്കുന്നതാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ദൈവത്തെ ചോദിക്കുന്ന പ്രവൃത്തി, അതിനാണ് വിശുദ്ധി എന്ന് പറയുന്നത്. അതിന് ഒരുപാട് തലങ്ങളുണ്ട്. വിശുദ്ധിക്ക് നമ്മൾ കണ്ടുമുട്ടുന്ന, കേട്ടിട്ടുള്ള ഒരുപാട് ആശയങ്ങളും വർണ്ണനകളും ഒക്കെ ഉണ്ട്. അതിലൊന്ന് മാത്രമാണ് ദൈവത്തെ ചോദിക്കുന്ന പ്രവൃത്തിക്ക് വിളിക്കുന്ന പേരാണ് വിശുദ്ധി എന്നുള്ളത്. ഒരു മനോഹരമായ കഥയുണ്ട്. 3 വിദ്യാർത്ഥികൾ ഒരു ആശ്രമത്തിന്റെ പരിസരത്തിലേക്ക് ചെന്ന് ചേരുകയാണ്. വിശാലമായ ആശ്രമത്തിന്റെ പരിസരത്ത് അവർ ചെന്ന് ചേരുന്നത് അവിടെയുള്ളൊരു ശില്പി, സന്യാസിയായ ഒരു ശില്പി മനോഹരമായ ശില്പങ്ങളെ ആ ആശ്രമ മൈതാനത്ത് ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. വിവിധങ്ങളായ ഭാവങ്ങളിൽ, വിചാരങ്ങളിൽ, വികാരങ്ങളിൽ കൊത്തിവെച്ചിരിക്കുന്ന മനോഹരമായ ശില്പങ്ങളുണ്ട്. ഈ 3 വിദ്യാർത്ഥികൾ അത് കാണാൻ വേണ്ടിയിട്ട് വളരെ ബൃഹത്തായ വലുതായ ഈ ആശ്രമ പരിസരത്തിലേക്ക് ചെന്ന് കയറുകയാണ്. അവരിങ്ങനെ ഓരോ
ശില്പങ്ങളും കണ്ട് ആസ്വദിച്ച് അതിന്റെ വിശേഷതകളൊക്കെ മനസ്സിലാക്കി നേരമല്ലാണ്ട് വൈകുന്നത് അവരറിയുന്നില്ല. ഇരുട്ടുമ്പോൾ പോലും അവരാ ശില്പങ്ങൾ ആസ്വാദനത്തെ ആസ്വദിച്ച് തീരാഞ്ഞതുകൊണ്ട് ആ രാത്രിയിൽ അവരാ ഗുരുവിനോടൊപ്പം അന്തിയുറങ്ങുകയും അവരങ്ങനെ രാത്രിയിൽ അത്താഴം കഴിഞ്ഞ് ഗുരുവിന്റെ സമീപത്തിരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്. 3 വിദ്യാർത്ഥികളോട് ഗുരു ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? രാവിലെ മുതൽ ഇവിടെയുള്ള ശില്പങ്ങളുടെ ചാരുതകളൊക്കെ മനോഹാരിതയൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഇവിടുന്ന് കടന്നുപോയില്ല, പിന്നെ എന്താണ് നിങ്ങളിവിടെ വന്ന് ആഗ്രഹിക്കുന്നത്? അത് ഞാൻ നിങ്ങൾക്ക് നൽകാം. ഒന്നാമത്തെ ആൾ പറയുകയാണ്, അങ്ങ് മനോഹരമായ ശില്പങ്ങളെയാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങയുടെ കയ്യിൽ ഈ ശില്പങ്ങളെയൊക്കെ രൂപപ്പെടുത്തിയ പണിയായുധങ്ങൾ കാണും, ചുറ്റികയും ഉളിയും ഒക്കെ കാണും. അതെനിക്ക് ആഗ്രഹമുണ്ടെന്ന് ഒരാൾ പറയുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നു, നീ എൻ്റെ കലാ നൈപുണ്യത്തെയാണ് ചോദിച്ചത്, തരാം. രണ്ടാമത്തെ ആളോട് ചോദിക്കുന്നുണ്ട്, നിനക്കെന്താണ് ആഗ്രഹം? അയാൾ പറയുന്നത്, എനിക്ക് അങ്ങയുടെ അനുഗ്രഹം മതി. ആഗ്രഹം പൂർത്തീകരിക്കുന്ന ആളെ അനുധാവനം ചെയ്യുന്നതിന് പറയുന്ന പേരാണ് അനുഗ്രഹം. ഓക്കെ, നിനക്ക് അനുഗ്രഹം തരാം. മൂന്നാമത്തെ ആളോട് ചോദിച്ചു, നിനക്കെന്താണ് വേണ്ടത്? അദ്ദേഹം ചോദിച്ചപ്പോൾ പ്രയോജനമുള്ളതൊക്കെ പോകുന്ന പോലെ അയാൾ തോന്നുന്നു. ആയുധങ്ങൾ നഷ്ടപ്പെട്ടു, അനുഗ്രഹം നഷ്ടപ്പെട്ടു, ഇനി എന്താണുള്ളത്? ആ ചെറുപ്പക്കാരൻ ആലോചിച്ചിട്ട് ഗുരുവിനോട് പറയുകയാണ്, എനിക്ക് അങ്ങയെ വേണം. എനിക്ക് അങ്ങയുടെ ആയുധങ്ങൾ വേണ്ട, അനുഗ്രഹങ്ങൾ വേണ്ട, പക്ഷെ എനിക്ക് അങ്ങയെ വേണം. ഇതിനെയാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ഗുരുവിനെ ചോദിക്കുന്ന തലത്തിലേക്ക് വളരുമ്പോഴാണ് വിശുദ്ധി എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നത്. ഞാൻ സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണരായിരിക്കുക എന്നുള്ളതാണല്ലോ വേദം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പെരുന്നാൾ നമ്മളിങ്ങനെ കൊണ്ടാടുമ്പോൾ, ഇതിനെ ഭക്തിയോടെ അനുഷ്ഠിക്കുമ്പോൾ, ഒരു പെരുന്നാളിനപ്പുറത്ത് അടുത്ത പെരുന്നാളിലേക്ക് സഞ്ചരിക്കുന്ന കാലയളവിൽ ദൈവത്തെ ചോദിക്കുന്ന മനുഷ്യരായിട്ട് തീരാൻ നമുക്കിട. അതൊരു ദാഹമായി തീരണമെന്നാണ് പറയുക. ദൈവത്തെ ചോദിക്കുന്നവർ പരിശുദ്ധനായ ബലിപീഠത്തിന് വേണ്ടി തന്റെ കേവലമായ ആയുസ്സിൽ ഈ കാലത്ത് വായിച്ചിട്ടില്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും സൺഡേ സ്കൂൾ തലങ്ങളിൽ നിന്നാണെങ്കിലും നിങ്ങളൊരു ജീവചരിത്രം എടുത്ത് വായിക്കണം. ആ പുണ്യാത്മാവിന്റെ ജനനം മുതലുള്ള ജീവിത പഥങ്ങളെ, ജീവിത കാലഘട്ടങ്ങളെ നമ്മൾ വായിച്ചിട്ട് വേണം ആ ചരിത്രത്തിലേക്കൊന്ന് സന്നിവേശിക്കാൻ നമുക്കിടയാകും. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ സ്വസ്ഥമായ ജീവിതത്തിനപ്പുറത്തേക്ക് ദൈവത്തെ ചോദിക്കുന്ന വഴിയിൽ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു പുണ്യാത്മാവാണ്. അത് കഠിനമായ നോമ്പനുഷ്ഠാനങ്ങളുണ്ട്. നമ്മൾ ശരീരത്തെ പോഷിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന മനുഷ്യരാണ്. ഇഷ്ടമുള്ള യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ. പക്ഷെ വിശുദ്ധന്റെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ എല്ലാം ത്യാഗമാണ്, എല്ലാത്തിനെയും ത്യജിക്കുകയാണ്. ഭക്ഷണത്തെ, ജനസമ്പർക്കത്തെ, അതിനപ്പുറത്തേക്ക് ഇഷ്ടപ്പെടുന്നത് ദൈവത്തോട് ചേർന്നിരിക്കുന്ന അനുഭവമാണ്. അതായത് ജീവചരിത്രം എഴുതുമ്പോൾ അവിടെ രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. എപ്പോഴും മൗനത്തിലും പ്രാർത്ഥനയിലും നോമ്പനുഷ്ഠാനത്തിലും ജീവിച്ച ഒരു മനുഷ്യനെ കുറിച്ച് എന്ത് ചരിത്രം എഴുതാനാണ്? പ്രാർത്ഥന കൊണ്ടൊരു ചരിത്രം രൂപപ്പെടുത്തുന്ന ഒരു പുണ്യാത്മാവിനെ കുറിച്ചാണ്. നമുക്ക് സാധ്യമാകാതെ പോകുന്നതും ചിലപ്പോൾ സാധ്യമായിട്ടുള്ള വഴികൾ സഞ്ചരിച്ചിട്ട് പിൻവാങ്ങുന്നതും അവിടെയാണ്. ദൈവത്തെ ചോദിക്കുന്ന മനുഷ്യരായിട്ട് തീരാൻ നമുക്ക് പലപ്പോഴും വിശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ വിചാരങ്ങൾക്ക് അപ്പുറം നിൽക്കുന്ന ഒന്നാണ്. പലയിടത്തും പറഞ്ഞിട്ടുള്ള ഒരു കവിതയുടെ ശകലമുണ്ട്. ജമൈക്കൻ എഴുത്തുകാരനായ ബോബ് മാർലിയുടെ മനോഹരമായ പ്രണയത്തെക്കുറിച്ചുള്ള ഒരു കവിതയാണ്. അത് ഇതുമായിട്ട് ഒന്ന് കൂട്ടിക്കെട്ടാമെന്നാണ് വിചാരിക്കുന്നത്. പ്രണയത്തെക്കുറിച്ചാണ്. ഇതിന് ആരംഭം ഇങ്ങനെയാണ്: നീ പറയുന്നു മഴയോട് നിനക്ക് പ്രണയമാണ്,
പക്ഷെ മഴ പെയ്യുമ്പോൾ നീ കുടചൂടിയാണ് നടക്കുന്നത്. മഴയോട് നിനക്ക് പ്രണയമാണ്, പക്ഷെ മഴ പെയ്യുമ്പോൾ നീ കുടചൂടിയാണ് നടക്കുന്നത്. നീ പറയുന്നു സൂര്യനോട് നിനക്ക് പ്രണയമാണ്, പക്ഷെ സൂര്യൻ അതിന്റെ പ്രകാശം നിന്നിലേക്ക് അടിക്കുമ്പോൾ നീ തണല് തേടി പോവുകയാണ്. വെയിൽ കൊള്ളുമ്പോൾ നീ തണല് തേടി പോകും, പക്ഷെ സൂര്യനോട് നിനക്ക് പ്രണയമാണെന്നാണ് നീ പറയുന്നത്. നീ പറയുന്നു കാറ്റിനോട് എനിക്ക് പ്രണയമാണെന്ന്, പക്ഷെ കാറ്റ് നിന്നിലേക്ക് അടിക്കുമ്പോൾ നീ ജാലകങ്ങൾ കൊട്ടിയടക്കുകയാണ്. കാറ്റ് നിന്നിലേക്ക് അടിക്കുമ്പോൾ നീ ജാലകങ്ങൾ കൊട്ടിയടക്കുകയാണ്. എന്നാൽ പിന്നെ നിനക്ക് എന്നോട് പ്രണയമാണെന്ന് പറയുമ്പോൾ ഞാൻ വല്ലാതെ ഭയപ്പെടുന്നു. മനോഹരമായ കവിത അവിടെ അവസാനിക്കാം. പരിമള തിരുമേനി ഇഷ്ടമാണ്, ആ വിശുദ്ധി ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ തന്നെ, അതിനെ പ്രണയിക്കുന്നു, അതിനെ ഇഷ്ടപ്പെടുന്നതിനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മളോട് തന്നെ ഈ കവിത വെച്ചൊരു വിലയിരുത്തൽ അനിവാര്യമാണ്. വിശുദ്ധി ഇഷ്ടമാണ്, നീ പറയുന്നു വിശുദ്ധിയോട് എനിക്ക് പ്രണയമാണ്, പക്ഷെ വിശുദ്ധിയുടെ വഴികൾ നിന്നിലേക്ക് വച്ചു നീട്ടുമ്പോൾ, പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ നീ ലോകത്തിന്റെ ഇഷ്ടങ്ങളിൽ അഭിരമിക്കാൻ ഇഷ്ടപ്പെടും. പിന്നെ എവിടെയാണ് എനിക്ക് നിങ്ങൾക്കും വിശുദ്ധിയുടെ വഴികളെ പ്രണയമാണ്, സ്നേഹമാണെന്ന് പറയാൻ കഴിയുന്നത്? പ്രിയമുള്ളവരെ, ദൈവത്തോട് ദൈവത്തെ ചോദിക്കുന്ന മനുഷ്യനായി തീരാൻ ഈ പെരുന്നാൾ ഇന്നോ നാളെയായിട്ട് സമാപിക്കും. വരുന്ന വർഷത്തിലും ദൈവം ആയുസ് തന്നാൽ പെരുന്നാളിലേക്ക് നാം വരും. ആ ജീവിത കാലഘട്ടങ്ങളിൽ ആ ഒരു വർഷത്തിനിടയിൽ ചോദിക്കണം, എത്രമാത്രം പരിമളത്തിനുടെ വിശുദ്ധിയെ പുൽകാൻ ആ പുണ്യാത്മാവ് ആഗ്രഹിച്ചതുപോലെ ദൈവത്തോട് ദൈവത്തെ ചോദിക്കാൻ നമുക്കും നമ്മുടെ മക്കൾക്കും കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിലയിരുത്തുന്നതിന് ഒടുവിലാണ് അതിന് ഉത്തരം എന്താണെന്ന് കണ്ടെത്തുന്നതാണ് ഒരു പെരുന്നാളിന്റെ ആഴവും അർത്ഥവും ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് വിശുദ്ധി എന്ന് പറയുന്നത് ദൈവത്തോട് ദൈവത്തെ ചോദിക്കുന്ന മനുഷ്യരായി തീരുക. രണ്ടാമത്, മുറിവുണക്കുന്നവനെ വിളിക്കുന്ന പേരാണ് വിശുദ്ധൻ എന്ന്. മുറിവുണക്കുന്നവനെ വിളിക്കുന്ന പേരാണ് വിശുദ്ധൻ. ആ പുണ്യാത്മാവിന്റെ ജീവചരിത്രത്തിൽ കണ്ടുമുട്ടുന്ന ഏടാണ്. തുമ്പമൺ പ്രദേശത്ത് വസൂരി വന്ന ആ കാലത്ത്, നിങ്ങൾ ആ കാലത്തിലേക്കൊന്ന് സഞ്ചരിച്ചു പോകണം. ചികിത്സകളൊന്നും കിട്ടാതെ മനുഷ്യനിങ്ങനെ മരണത്തോട് വിധേയപ്പെടുമ്പോൾ ഒന്ന് അടക്കാൻ പ്രയാസപ്പെടുന്ന ആളുകൾ വന്ന് കൂടാൻ ബുദ്ധിമുട്ട് കാണിക്കുന്ന ഒരു കാലം. നമുക്ക് ആ കാലം പരിചിതമാണ്. എന്നാൽ ആ കാലത്ത് അതിനുമേൽ പ്രയാസമാണ്. മൃതശരീരങ്ങൾ അടക്കാൻ ആരുമില്ലാതെ വരിക, കുഴിച്ചിടാൻ ആരുമില്ലാതെ വരിക, ഭംഗിയായ സംസ്കാരം നടത്താൻ ഇടയാകാതെ വരിക, അങ്ങനെ എത്രയോ മനുഷ്യരുടെ ഉള്ളം മുറിഞ്ഞു പോയിട്ടുണ്ട് ആ കാലത്ത്. എന്നിട്ടും പ്രാർത്ഥന എന്ന ആയുധം, അതൊരു ആയുധമായിരുന്നു പരിശുദ്ധ വചനത്തിൽ. പ്രാർത്ഥന എന്ന ആയുധം ധരിച്ചുകൊണ്ട് ആ മനുഷ്യരുടെ, ആ പ്രദേശത്തെ മനുഷ്യരുടെ മുറിവുകളെ ഉണക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സഞ്ചരിച്ചു തുടങ്ങി. അടക്കി മൃതശരീരങ്ങൾക്ക് പ്രാർത്ഥനയോടെ ഏറ്റവും അനുഗ്രഹകരമായ സംസ്കാരം കൊടുത്ത് മനുഷ്യന്റെ മനസ്സിന്റെ മുറിവുകളെ ഉണക്കുന്ന ഒരു വിശുദ്ധനെ ചരിത്രത്തിൽ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മുറിവുകളെ ഉണക്കുന്ന മനുഷ്യനെ വിളിക്കുന്ന പേരാണ് വിശുദ്ധർ എന്ന്. നമ്മളോട് തന്നെ ഒന്ന് ചോദ്യം ചോദിക്കണം, ഞാൻ മുറിവിനെ ഉണക്കുന്ന മനുഷ്യനാണോ, മുറിവിനെ കൊടുക്കുന്ന മനുഷ്യനാണോ? സൗഹൃദങ്ങളിൽ, ബന്ധങ്ങളിൽ, ദൈവബന്ധങ്ങളിൽ പ്രിയപ്പെട്ടവരുടെ മനസ്സിലേക്ക് ശരീരത്തിനുണ്ടാകുന്ന മുറിവല്ല, മനസ്സിന്റെ ആഴങ്ങളിലേക്ക്, തലമുറകളിലേക്ക് ഇങ്ങനെ മുറിവുകളെ സമ്മാനിക്കുന്ന മനുഷ്യരാണോ? അതോ തലമുറകളിൽ വന്നുപോയ മുറിവുകളെ ഉണക്കാൻ തത്രപ്പെടുന്ന, അതിനെ ആഗ്രഹിക്കുന്ന മനുഷ്യരായി തീരുന്നെങ്കിൽ നമ്മളിങ്ങനെ പരിശുദ്ധ പരിമളത്തിന് വേണ്ടി പോലെ വിശുദ്ധിയുടെ ഒരു ചുവട് വെക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റും. അതിനൊരു നോവ് വേണം. ഏത് മുറിവിനെയും ഉണക്കാൻ ഒന്ന് നോവണം. നമ്മുടെ ഈഗോകൾ, നമ്മുടെ അഹംബോധങ്ങളെയൊക്കെ മാറ്റിവെച്ചാൽ മാത്രമേ മുറിവിനെ ഒന്ന് ഉണക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. വേദനിക്കുന്ന മനുഷ്യന്റെ അടുക്കൽ ചെന്നിട്ട് അവനുണ്ടായ ജീവിതത്തിലുണ്ടായ മുറിവുകളെ ആ പുണ്യാത്മാവ് ഇങ്ങനെ പ്രാർത്ഥന കൊണ്ട്, സാന്നിധ്യം കൊണ്ട്, ആശ്വാസം കൊടുത്ത് ഉണക്കിയതുപോലെ നമുക്ക് പ്രിയപ്പെട്ടവരുടെ, സുഹൃത്തുക്കളുടെ, ജീവിത പങ്കാളികളുടെ, മക്കളുടെ, മാതാപിതാക്കളുടെ
കണ്ടുമുട്ടുന്നവരുടെ, നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നവരുടെ മുറിവുകളെ ഉണക്കാൻ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ടൊക്കെ ചെയ്തു പോകുന്ന, നമ്മൾ എന്തുകൊണ്ട് ജീവിതത്തിൽ ഉയരുന്നില്ല എന്ന് ചോദിച്ചാൽ ആത്മാർത്ഥമായൊരു കുമ്പസാരങ്ങൾ ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ ഉയരാൻ സത്യത്തിൽ കഴിയാതെ വരുന്നത്. അനുദപിക്കുന്ന ഒരു കാലം നമുക്കില്ലാതെ പോകുന്നതാണ്. ഏതോസം താളുകളെടുത്താൽ യോഹന്നാൻ സ്നാപകൻ മുതൽ പ്രസംഗിച്ചു തുടങ്ങുന്നത് മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നീട് ആ വാക്യമാണ് നമ്മുടെ കർത്താവ് പോലും എടുക്കുന്നത്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ. കൺഫെഷൻ ഇല്ലാതെ, അനുതാപമില്ലാതെ നമുക്ക് എങ്ങനെയാണ് ജീവിതത്തിൽ വളരാൻ പറ്റുന്നത്? എങ്ങനെയാണ് നമുക്ക് നിത്യജീവന്റെ അനുഭവം ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ക്രിസ്തുവോളം, ക്രിസ്തു എന്ന തലയോളം നമുക്ക് വളരാൻ കഴിയുന്നത്? ആ വിശുദ്ധനോളം നമുക്ക് വളരാൻ കഴിയുന്നത് സത്യ അനുതാപത്തോടെ മാത്രമാണ്. അനുതാപത്താൽ നയനം നനയുന്നെങ്കിലും അനുനിമിഷം പെരുകി വരുന്നു പാപങ്ങൾ കരുണക്കടലെ കനിയണമെന്നാണ് അപ്രയം പാടി വെച്ചിരിക്കുന്നത്. വിശുദ്ധനായ അപ്രയം പാടി വെച്ചിരിക്കുന്നു. അനുതാപത്താൽ നയനം നനയുന്നെങ്കിലും, അനുതാപം കൊണ്ടന്നെ മിഴികൾ നനയുന്നുണ്ട്. അനുനിമിഷം, ഓരോ നിമിഷവും പാപം ഇങ്ങനെ പെരുകി വരികയാണ്. കരുണക്കടലെ എന്നോട് കനിയണമേ എന്നാണ് വിശുദ്ധന്മാർ ദിനരാത്രങ്ങളിൽ ജാഗരണപ്പെട്ട് പാടുന്നത്. പ്രിയമുള്ളവരെ, വിശുദ്ധിയിലേക്ക് വളരാൻ മുറിവുകളെ ഉണക്കുന്ന മനുഷ്യരായിട്ട് തീരട്ടെ. നല്ലപോലെ അനുതാപത്തിന് തലങ്ങളിൽ വളരുന്ന മനുഷ്യരായിട്ട് തീരട്ടെ. നമ്മൾ വിചാരിക്കും നമ്മളിലേക്ക് അനുഗ്രഹങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല, ഇതെന്താണ് ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? സ്വർണം സ്വർണമായി തീരുന്ന ഭൂമിയിലായിരിക്കുമ്പോഴല്ലോ, അതിനെ സംസ്കരിച്ചെടുത്തതൊരു പ്രോസസ്സിലൂടെ കടന്നുപോയിട്ടാണ്, തീയുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടാണ്, സഹനത്തിന്റെ കഷ്ടതയുടെ തലങ്ങളിലൂടെ കടന്നുപോയിട്ടാണ് അതിന് മൂല്യമുള്ളതായിട്ട് തീർന്നത്. ഇരുമ്പിലേക്ക് വന്നു വീഴുന്ന തുരുമ്പ് വെറുതെ ഇരുന്നിങ്ങനെ തുരുമ്പടിക്കുമ്പോൾ അതിനെ എത്രമാത്രം വേദനയിലൂടെ കടത്തിവിട്ടിട്ടാണ് അതിന്റെ പൂർവാവസ്ഥയിലേക്ക് അത് പ്രാപിക്കുന്നത്. അതുപോലെ മനുഷ്യജീവിതം അതുപോലെ തന്നെയാണ്. നമ്മളിങ്ങനെ വെറുതെ ജീവിച്ച് തുരുമ്പും മാലിന്യവും പാപവും എന്ന് നിറഞ്ഞ് നാം ദൈവത്തിലാണോ ലോകത്തിലാണോ എന്ന് നമുക്ക് തന്നെ മനസ്സിലാകാതെ പോകുമ്പോൾ വിശുദ്ധനെ പോലെ അനുദപിക്കാൻ, സ്വയം ഒന്ന് കരയാൻ ഈ പരിണാമം നമുക്കിടയാകും. ആഘോഷങ്ങളൊക്കെ നമുക്ക് അനിവാര്യമായിരിക്കും, പക്ഷെ കണ്ണുനീരിന്റെ ആഘോഷമായി മാറണം. ദൈവസന്നിധിയിൽ നിങ്ങൾ ഒരുക്കുന്ന കണ്ണുനീരാണ് നിങ്ങളുടെ തലമുറകൾക്കുള്ള വലിയ നിക്ഷേപം. എന്താണ് എന്റെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ ബാക്കി വെച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ദൈവസന്നിധിയിൽ ഒഴുക്കുന്ന കണ്ണുനീരാണ്. നമുക്കിങ്ങനെ മനോഹരമായ ദേവാലയത്തിൽ മനോഹരമായി ജീവിച്ചു പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കാൻ, ഞാനിങ്ങനെ നിൽക്കാൻ ഒക്കെ ഇടയാകുന്നത് നമുക്ക് മുന്നേ കടന്നുപോയ മനുഷ്യരിങ്ങനെ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രമാണ്. അവരിങ്ങനെ ദൈവസന്നിധിയിൽ ഒരു കാരണമില്ലാതെ സ്വയം തപിച്ചതുകൊണ്ടാണ്. അങ്ങനെ നമുക്ക് എപ്പോഴാണ് തപിക്കാൻ കഴിയുന്നത്? എപ്പോഴാണ് നമ്മുടെ കണ്ണുനീരിനെ ദൈവസന്നിധിയിലേക്ക് ഇറക്കി വയ്ക്കാൻ കഴിയുന്നത്? ഈ തലമുറ ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കുമ്പോഴാണ് നമുക്ക് കാണുന്ന നമ്മുടെ തലമുറയും ഇനി വരാനുള്ള നമ്മൾ കാണാത്ത തലമുറയും, ഞങ്ങളുടെ പൂർവികരായ മാതാപിതാക്കൾ ദൈവസന്നിധിയിലുള്ള മനുഷ്യരാണ്, ദൈവമനുഷ്യരാണ് എന്ന് പറയുന്ന ഇടത്താണ് നമ്മൾ തലമുറകൾക്ക് വേണ്ടി നിക്ഷേപങ്ങളെ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മുറിവുകളെ ഉണക്കുന്ന മനുഷ്യരായി തീരാൻ നമുക്ക് ഇടയാകട്ടെ. നല്ല വാക്കുകൾ കൊണ്ട് മനുഷ്യരുടെ ജീവിതത്തിന് പുതിയ വാതിൽ തുറന്നു കൊടുക്കുന്ന മനുഷ്യരായി തീരട്ടെ. ചെറിയ സംഭവം കൂടെ പറഞ്ഞോളൂ. ഒരു സലൂണിൽ മുടിവെട്ടുന്ന ഇടത്ത് തന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു മനുഷ്യന്റെ മുടിവെട്ടുന്ന ക്ഷൗരം ചെയ്യുന്നതിന് മുമ്പ് അയാളുടെ മുഖത്ത് ഇങ്ങനെ സോപ്പ് പതപ്പിച്ചു കൊടുക്കുകയാണ് ഒരു ദരിദ്രയായ പെൺകുട്ടി. ഈ മനുഷ്യൻ അവളോട് ചോദിക്കുകയാണ്, നീ നൃത്തം പഠിച്ചിട്ടുണ്ടോ? അവൾ പറയുന്നുണ്ട്, ഞാൻ നൃത്തം പഠിച്ചിട്ടില്ല. അയാൾ വീണ്ടും അവളോട് പറയുകയാണ്, നീ നൃത്തം പഠിക്കണം, പരിശീലിക്കണം. കാരണം നിന്റെ ചലനങ്ങൾക്കൊരു താളാത്മകതയുണ്ട്, നിന്റെ സാന്നിധ്യത്തിന്റെ പ്രസാദാത്മകതയുണ്ട്. ആ ഒരു വാക്ക്, നീ നൃത്തം പഠിക്കണമെന്ന് മുന്നിലിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു വാക്ക് അവൾ സ്വപ്നം കാണാൻ സമ്മതിക്കുകയാണ്. എന്നും സലൂണിൽ മാത്രം ജീവിതം അവസാനിക്കേണ്ട ഒരുവൾ പിന്നീട് ലോകം അറിയുന്ന ബഹുമുഖ വ്യക്തിത്വമായി മാറുകയാണ്. ഗ്രേറ്റ ഗാർബോ എന്നാണ് അവളുടെ പേര്. ആംഗലേയ സാഹിത്യ മേഖലകളിൽ, അപ്രമാണികളിൽ
ലോകത്തിന്റെ ആദരവോട് പിടിച്ചു പറ്റിയ വ്യക്തിത്വമാണ്. ഒരാളുടെ ഒരു നല്ല വാക്ക് ഒരുവൾക്ക് മുമ്പാകെ ദൈവത്തിന്റെ വാതിലിനെ തുറന്നു കൊടുക്കുകയാണ്. ഒരു നല്ല വാക്ക്, ദൈവത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്ന മനുഷ്യനെ വിളിക്കുന്ന പേരാണ് വിശുദ്ധൻ. കണ്ടുമുട്ടുന്ന മനുഷ്യർ, പരിചയപ്പെടുന്ന മനുഷ്യരിൽ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, സാന്നിധ്യം കൊണ്ട് ദൈവത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്ന നല്ല ഊർജത്തെ കൊടുക്കുന്ന മനുഷ്യരായി തീരുവാൻ നമുക്കിടയാണ്. 100-120 വർഷത്തിന് മുമ്പ് ആ പുണ്യാത്മാവ് പരിശുദ്ധനായ പരിമളത്തിന് വിദ്യയില്ലാത്ത ഇടങ്ങളിൽ ഒരു സ്കൂൾ ആരംഭിക്കുമ്പോൾ ഒരുപാട് മനുഷ്യർക്ക് ഇങ്ങനെ വാതായനങ്ങളെ തുറന്നു കൊടുക്കുകയാണ്. 1000 മനുഷ്യർക്ക് ഇങ്ങനെ വിദ്യയുടെ വെളിച്ചത്തെ പകർന്നു കൊടുക്കുകയാണ്. ആ കാലഘട്ടത്തിൽ നമ്മളിന്ന് പറയുന്ന ദാരിദ്ര്യത്തിലൊക്കെ ഔന്നത്യമുള്ള ഒരു കാലത്ത് ആ പുണ്യാത്മാവ് ദൈവത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ട്. എന്റെ വാക്കുകളെ ചുരുക്കട്ടെ പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധന്റെ ഓർമ്മയിൽ നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ ഇതൊരു ആഘോഷമായിട്ട്, കേവലാഘോഷങ്ങളായിട്ട് മാത്രം ഈ ദിവസങ്ങൾ തീരാതെ എന്നെ അനുഗമിക്കുക എന്ന ഫിലോസ്ലീഹായിട്ട് പറഞ്ഞ കർത്താവിന്റെ ആ ശബ്ദം പരിമലത്തിന്മേനിലൂടെ നമുക്ക് കേൾക്കാൻ നമുക്കിടയാകട്ടെ. എന്റെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നിങ്ങൾ വരിക എന്ന പരിശുദ്ധൻ ഇന്നും നമ്മുടെ ചെവിയിൽ മന്ത്രിക്കുന്നുണ്ട്. അത് കേൾക്കാൻ തക്കവണ്ണം ജീവിതത്തെ രൂപപ്പെടുത്താൻ, ദൈവത്തെ ചോദിക്കുന്ന മനുഷ്യരായി തീരാൻ, നമ്മുടെ ഇടങ്ങളിൽ മുറിവുണക്കുന്ന, മുറിവ് നൽകുന്നവരല്ല, മനസ്സിന്റെ മുറിവുകളെ ഒപ്പി സൗഖ്യത്തിന്റെ അനുഭവം കൊടുക്കുന്ന, ദൈവത്തിന്റെ വാതിലിനെ നല്ല വാക്കുകൊണ്ട് തുറന്നു കൊടുക്കുന്ന വിശുദ്ധരായ മനുഷ്യരായി തീരും. നമ്മളിപ്പോ പ്രദക്ഷിണം മുന്നോട്ട് ഇറങ്ങും. പ്രദക്ഷിണം സഞ്ചരിച്ചു പോകുമ്പോൾ അവിടെ നിൽക്കുന്ന മനുഷ്യർ നമ്മൾ നമുക്ക് പറയേണ്ട ഒറ്റ പദം മാത്രമേ ഉള്ളൂ: ഇതാ ദൈവത്തിന്റെ മനുഷ്യർ സഞ്ചരിക്കുന്നു, ഇതാ ദൈവത്തിന്റെ മനുഷ്യർ ഈ വീതിയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ സാക്ഷ്യപത്രം, സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അയാൾ അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ അവൻ, അദ്ദേഹം ദൈവത്തിന്റെ മനുഷ്യനാണ് എന്ന് പറയുന്നുണ്ട്. ദൈവത്തിന്റെ മനുഷ്യൻ യാത്ര ചെയ്തു പോകുമ്പോൾ പ്രദക്ഷിണം ദേശത്തിന്റെ അനുഗ്രഹത്തിനാണ്, പ്രദക്ഷിണം രോഗത്തിന്റെ ശമനത്തിനാണ്, പ്രദക്ഷിണം രക്ഷയുടെ അനുഭവം സമ്മാനിക്കുന്നതിനാണ്, പ്രദക്ഷിണം ദൈവത്തെ മനുഷ്യന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നടന്നു പോകുമ്പോൾ ഓരോ ചുവടും വയ്ക്കുമ്പോൾ ഇതാ ദൈവത്തിന്റെ മനുഷ്യൻ കടന്നു പോകുന്നെന്ന് മനുഷ്യൻ നമ്മൾ നോക്കി പറയാൻ നമുക്കിടയാണ്. അവിടെയാണ് നമ്മുടെ ജീവിതം അർത്ഥവത്തായി തീരുന്നത്.